ഹലോ മച്ചന്മാരെ, പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ ട്രെയിനിൽ നിന്ന് നേരെ ടി വി ടവറിലാണ് വന്നിറങ്ങിയത്. ഇവിടെ ഇറങ്ങിയപ്പോൾ ആരുമില്ല. അതുകൊണ്ട് നമുക്കൊന്ന് ടീമേറ്റിൻ്റെ ഇടം വരെ ഒന്ന് പോവാം. അവിടെ ഫൈറ്റ് എന്തോ നടക്കുകയാണെന്ന് തോന്നണം മച്ചന്മാരെ. നമ്മൾ വണ്ടിയും കാര്യമൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നേരെ അങ്ങോട്ട് പോവാം. അങ്ങനെ നമ്മൾ ടീമേറ്റിൻ്റെ അവിടെ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ ഇതാ ഒരു വണ്ടി മാത്രം മേലോട്ട് വന്നു. ഈ രണ്ടുപേരും താഴെ ഇരിക്കുന്നു. ഒരുത്തനാണെങ്കിൽ നമ്മൾ ഇറങ്ങിയപ്പം തന്നെ നോക്കായി. അവന് എച്ചിപ്പൊന്നും ഇല്ലായിരുന്നു തോന്നണം. എന്തായാലും നമ്മൾ കില്ലും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്കത് മതി. ഇനി നമുക്ക് ലൂട്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ടീമേറ്റിൻ്റെ അടുത്തോട്ട് പോവാം. ഇവിടെയും ലൂട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് ഇനി അപ്പുറത്തവൻ്റെ നിന്നും കൂടെ എടുക്കാം. ഇവിടെയും നമ്മൾ ലൂട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നേരെ ടീമേറ്റിൻ്റെ അടുത്തോട്ട് പോവാം. ആദ്യം നമുക്ക് വണ്ടി എടുത്തോട്ട് പോയി വണ്ടി എടുത്തുകൊണ്ട് പോവാം. അപ്പോൾ നമ്മൾ വണ്ടിയും കാര്യങ്ങളൊക്കെ എടുത്തു. ഇനി നേരെ ടീമേറ്റിൻ്റെ അടുത്തോട്ട് പോവാം. ടീമേറ്റിൻ്റെ അടുത്തോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ ആ മാപ്പിൽ ആര് ഡ്രോപ്പ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവനെ അങ്ങ് കൊല്ലാൻ പറ്റുമോ നോക്കാം. അങ്ങനെ നമ്മൾ അവനെ ഇടിച്ചിട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അവനെ കൊന്ന് കില്ലും കാര്യങ്ങളൊക്കെ എടുത്ത് അവൻ്റെ നിന്നും കൂടെ കുറച്ച് ലൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കാം. അങ്ങനെ അവൻ്റെ ലൂട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് അടുത്ത എനിമി തപ്പിയപ്പോൾ നമുക്ക് പോവാം. ഇതൊരു ഗ്ലൂ വാളൊക്കെ അവിടെ കിടപ്പുണ്ട്. നമ്മളെ ടീമേറ്റ് അത് അടിച്ചു പൊട്ടിച്ച് നോക്കിയപ്പോൾ അവിടെ എനിമിയൊന്നുമില്ല. നമുക്ക് ഇനി വണ്ടിയും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് കുറച്ച് നേരം പോയി കറങ്ങാം. അപ്പോൾ നമ്മൾ നേരെ പോയി വണ്ടിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ വണ്ടി എടുത്തപ്പോൾ തന്നെ നമ്മൾ ടീമേറ്റിലെ ഒരുത്തനെ ആരെയും നോക്കാക്കി. ഇനി അവനെ പൊക്കിയിട്ട് പോവാം. ഇനി അവൻ ഒന്നും വിചാരിക്കണ്ടല്ലോ. അപ്പോൾ നമുക്ക് അവനെ ചുറ്റും ഗ്ലൂ വാളും കാര്യങ്ങളൊക്കെ ഇട്ട് പോക്കാം. അവനെ പൊക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവിടെ നിന്നൊക്കെ വെടിയുടെ ശബ്ദമൊക്കെ കേൾക്കണം. എനിക്കിപ്പോൾ എന്താണ്ട് ഗ്ലൂ വാളിൻ്റെ അടുത്ത് നിന്ന് ഒരുത്തി ഇങ്ങോട്ട് കയറി വന്ന് നമുക്ക് അങ്ങോട്ട് പോയി അവനെ അടിച്ചിടാം. അപ്പോൾ നമ്മൾ അവനെ അടിച്ചിട്ടിട്ടുണ്ട്. ആ കില്ലും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് ഇവൻ്റെ നിന്നും കൂടെ ലൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കാൻ മച്ചാന്മാർ. അപ്പോൾ നമ്മൾ ലൂട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ലൂട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് മച്ചാന്മാർ മണ്ടേ ഗ്ലൂ വാൾ കിടക്കണം. ചുമ്മാ ഒന്ന് അടിച്ചു നോക്കാം. അവിടെ എനിമിയൊന്നും ഇല്ലാതെ തോന്നുന്നു മച്ചാന്മാർ. നമ്മൾ ടീമേറ്റ് പോയിട്ടുണ്ട്. അവിടെ എനിമി ഉണ്ടാകുന്ന ടീമേറ്റിന് തന്നെ അറിയാം. അപ്പോൾ നോക്കിയപ്പോൾ ഇതാ ഒരുത്ത അവിടെ നിൽക്കാൻ അവൻ്റെ തല അങ്ങ് അടിച്ചൊട്ടിച്ച്. അപ്പോൾ നമുക്ക് നേരെ ഇപ്പോൾ ആ കില്ലങ്ങ് ഫിനിഷ് ചെയ്യാം. കില്ല് ഫിനിഷ് ചെയ്യാൻ നോക്കിയപ്പോൾ മച്ചാന്മാർ ആ കില്ലാരെ ഫിനിഷ് ചെയ്തു. അങ്ങനെ ആ കില്ലും കാര്യങ്ങളൊക്കെ പോയി. ആ പോയ ഒരു കില്ല് നമ്മൾ എങ്ങനെയെങ്കിലും തിരിച്ചു പിടിച്ചിരിക്കും. വേറെ ഏതെങ്കിലും എനിമി നമ്മൾ അടിച്ചു നിന്നിട്ടാലും ആ കില്ല് തിരിച്ചു പിടിച്ചിരിക്കും. ഗ്ലൂ വാളിൻ്റെ അടുത്ത് എനിമി ഉണ്ടെന്ന് തോന്നുന്നു മച്ചാന്മാർ. നേരത്തെ ഞാൻ ഇട്ട ഗ്ലൂ വാൾ തന്നെ ഇതൊട്ടും കത്തി തീർന്നില്ല. നോക്കിയപ്പോൾ ആ പൊക്കത്തുനിന്ന് ഒരുത്ത ഇറങ്ങി വന്ന് നമ്മളെ നടി വാങ്ങിച്ച് പിടിക്കുക. അങ്ങനെ നമ്മൾ പോയ കില്ലും കാര്യങ്ങളൊക്കെ നമ്മൾ തിരിച്ചു പിടിച്ചിട്ടുണ്ട്. കില്ലും കാര്യങ്ങളൊക്കെ കിട്ടി നമ്മൾ നോക്കിയപ്പോൾ നമ്മൾ ടീമേറ്റ് എല്ലാവരും ചത്ത് മച്ചാന്മാർ. അപ്പോൾ നമുക്ക് ഇനി അവരെ പോയി പൊക്കി വിടാം. അപ്പോൾ നമ്മൾ വണ്ടിയും കാര്യങ്ങളൊക്കെ എടുത്ത് മച്ചാന്മാർ ഇനി നേരെ പോയി അവരെ പൊക്കി വിടാം. അപ്പോൾ നമ്മൾ പൊക്കി വിടാൻ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ മച്ചാന്മാർ ഇതാ ഒരുത്തൻ വണ്ടി കയറി ഇതാ പോണ് പറഞ്ഞ് നോക്കിയപ്പോൾ ഇവിടെ 2 എനിമീസ്. നോക്കിയപ്പോൾ എൻ്റെ അടുത്ത് ഒരു ബോംബ് വന്നു നിന്ന് അങ്ങനെ പകുതി ലൈഫ് കുറഞ്ഞു. അപ്പോൾ നമ്മൾ ടീമേറ്റിനെയൊക്കെ പൊക്കി വിട്ട് ഓടിയപ്പോൾ ഇതാണ്ട് എവിടെ നിന്നൊക്കെ അടി കിട്ടണ്. നമ്മൾ ചത്തുന്നാണ് തോന്നണം മച്ചാന്മാർ. അങ്ങനെ അതാ ഒരുത്തി വന്ന് അടിച്ച് നമ്മൾ നോക്കായി. അങ്ങനെ അവൾ നമ്മളെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് മച്ചാന്മാർ. നമ്മൾ ടീമേറ്റ് ഇതാണ്ട വന്നിറങ്ങി. കില്ലും കാര്യങ്ങളൊക്കെ എടുക്കുമെന്ന് നോക്കാം. വന്നിറങ്ങിയപ്പോൾ തന്നെ അവന് അടിയുണ്ട്. അവനും നോക്കായി. അങ്ങനെ നമ്മുടെ ടീമേറ്റ് 4ാമത്തെ ആരോടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇവനെങ്കിലും സർവേ ചെയ്ത് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഇതാ അവനും ചത്ത്. ഇതാ അടുത്തവൻ വന്നിറങ്ങണം. അവ ഇപ്പോൾ വന്ന് ഇറങ്ങണേ ഉള്ളൂ. അവ ഇനി അവിടെ പോയി ഇറങ്ങിയിട്ട് എന്ത് ചെയ്യാൻ പോകണമെന്ന് നോക്കാം. അപ്പോൾ വന്നിറങ്ങിയപ്പോൾ ഇവൻ്റെ ഗണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ട്. നേരെ പോയി ഫൈറ്റ് ചെയ്യാൻ നോക്കാം. അവൻ ലൂട്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ്. അവൻ്റെ 600 രൂപയുണ്ട്. ആരെങ്കിലും പൊക്കി വിടുമെന്തോ. നമുക്ക് അതും കൂടെ ഇനി നോക്കാം. പൊക്കി വിടാൻ പോകാനും തോന്നുന്നു. നമ്മുടെ ടീമായിട്ട് 1ാം നമ്പർ തന്നെ അവൻ പൊക്കി വിട്ടു. അവൻ വന്നിറങ്ങണേ ഉള്ളൂ. ഇവിടെ തന്നെ നിൽക്കുകയാണ്. അവൻ അങ്ങനെ ഒരു എനിമിയെ സ്പോട്ട് ചെയ്ത് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ഒരടി കിട്ടി. വീണ്ടും പോയപ്പോൾ 2ാമത്തെ അടിയും കിട്ടി. അവനും അങ്ങനെ ചത്ത്. ഇവനെങ്കിൽ ഇവിടെ നിന്ന് കില്ലെടുക്കുമെന്ന് നോക്കാം മച്ചാന്മാരെ. ഇവൻ വന്നിറങ്ങിയപ്പം തന്നെ എന്താ മണ്ടയിൽ ഒരു എനിമി കിടക്കണ്. അവനെ കാണാൻ വേണ്ടി ഇതാ ബാക്കിലോട്ട് പോയി. അവനെ കാണാൻ പറ്റണില്ല മച്ചാന്മാരെ. അപ്പോൾ അങ്ങോട്ട് പോയി അവനെ കൊല്ലാൻ പോകണമെന്ന് തോന്നുന്നു. അങ്ങനെ മണ്ടേക്കര ആ എനിമി അങ്ങ് നോക്ക് ചെയ്തിട്ടുണ്ട്. കില്ല് ഫിനിഷ് ചെയ്തിട്ടില്ല. അവൻ സോണായതുകൊണ്ട് കില്ല് ഫിനിഷ് ആകുമെന്ന് തോന്നുന്നു. അപ്പോൾ അവൻ സ്റ്റാച്ചുവിൻ്റെ സ്കില്ലൊക്കെ താഴെ ഇട്ടിട്ടുണ്ട്. ലൂട്ടൊക്കെ സെറ്റാക്കിയാണ്. അങ്ങനെ സ്റ്റാച്ചുവിൻ്റെ സ്കില്ലിട്ട് വന്നപ്പം തന്നെ അവന് എവിടെ നിന്നൊക്കെ അടി കിട്ടുന്നുണ്ട്. അപ്പം ഫ്രണ്ടിൽ ഗ്ലൂ വാളിട്ട് അപ്പം തന്നെ ബാക്കിൽ നിന്ന് അടി കിട്ടി. അങ്ങനെ നമ്മുടെ ടീം വൈപ്പായി മച്ചാന്മാരെ. ഇന്നത്തെ വീഡിയോ വെച്ച് അവസാനിക്കുകയാണ്. ബൈ മച്ചാന്മാരെ. റോഡ് ടാക്ടിക്സ്.